കഴിഞ്ഞ ദിവസമായിരുന്നു പിണറായി സർക്കാരിന്റെ പുതിയ പദ്ധതികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പുതിയ പല പദ്ധതികളുമായി മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടത്. അതിനു പിന്നാലെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ വലിയ പദ്ധതികളുമായി അല്ലെങ്കിൽ പറയുന്ന കർമ്മ പദ്ധതികളുമായി രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ LDFും UDFും നേർക്കുനേർ നിന്നുകൊണ്ട് വലിയൊരു യുദ്ധത്തിലേക്കാണോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകുന്നത്? UDF വലിയൊരു പദ്ധതിയിലേക്കാണ് പോകുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 ദിവസത്തെ കർമ്മ പദ്ധതിയാണ് UDF ശ്രമിക്കാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ കാലത്തു നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് UDF സംഘടനാ സംവിധാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോകുന്നത്. നമ്മൾ വാർത്തകൾ കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഫെബ്രുവരി അവസാനത്തോടുകൂടി എല്ലാ UDFന്റെ 140 മണ്ഡലങ്ങളിൽ ആരൊക്കെ മത്സരിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ പുറത്തേക്ക് വരുമെന്നാണ് നമുക്കറിയാൻ കഴിയും. അല്ല, കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ കണ്ടിരുന്നു. ഇത്തരത്തിൽ ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആയിരുന്നു. എനിക്കൊന്നും കേരളത്തിലാകെ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് കൃത്യമായ രീതിയിൽ തന്നെയായിരുന്നു ഈ പറയുന്ന കേരളം ഒട്ടാകെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത്. ഓരോരുത്തരെയും നിർത്തുമ്പോൾ അത്രത്തോളം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ വിജയ സാധ്യത ഉറപ്പുള്ളവരെ ഈ കാര്യത്തിൽ എനിക്ക് കോൺഗ്രസിന് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ പോലെയേ അല്ല. ഈ കാലത്ത് കോൺഗ്രസ് പറയുന്നത് അധിക ആത്മവിശ്വാസം വേണ്ട. കാരണം നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു, UDFന്റെ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടായി. ആ മുന്നേറ്റത്തിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം വേണ്ട എന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. അല്ല, അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ഒരു ആത്മവിശ്വാസം, വലിയ രീതിയിൽ ആത്മവിശ്വാസം കാണിച്ചിരുന്ന ഒരു പാർട്ടിയായിരുന്നു LDF. പക്ഷെ അവർക്ക് കിട്ടിയ തിരിച്ചടി ഒരിക്കലും മറക്കാനാകാത്ത തിരിച്ചടി തന്നെയായിരുന്നു. അതായത് ചരിത്രത്തിൽ ഇപ്പോൾ ഏറെ നാൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു തിരിച്ചടി LDFന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത് അവരുടെ ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണെന്നുള്ളത് UDFനും അറിയാം, പൊതുജനങ്ങൾക്കും അറിയാം, നമ്മളെ പോലുള്ള പല മാധ്യമങ്ങൾക്കും അറിയാമെന്നുള്ളതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകേണ്ട, തോൽവി എന്നും നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. കാരണം നിയമസഭ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് നേടിയെടുത്തേ തീരൂ എന്നുള്ള അവസ്ഥയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു അവസാന ലാപ്പ് ഘട്ടത്തിലേക്കാണ് പോകുന്നത്. 10 കൊല്ലത്താണ് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നത്. ഇനി ഒരു 5 കൊല്ലം കൂടെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഇരുന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് തകരുന്നൊരു സ്ഥിതിയായിരിക്കും കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് കോൺഗ്രസിന് അറിയാം. അതിനും അപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഓരോ മണ്ഡലങ്ങളും കൃത്യമായിട്ട് ഓരോ നേതാക്കന്മാരെയും ഏൽപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയിലേക്കാണ്. എങ്ങനെയാണോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് നമുക്കറിയാം. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി മുരളീധരനെ ഇറക്കിക്കൊണ്ട് വി മുരളീധരനെ വെച്ച് ബാക്കിയുള്ള അവിടുത്തെ കാൻഡിഡേറ്റിനെ മുഴുവൻ തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി. അവിടെ ശബരിനാഥനെ എടുത്തു കാണിച്ചുകൊണ്ട് ഇതാ ശബരിനാഥനാണ് ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് എടുത്തു കാണിച്ചുകൊണ്ടാണ് അവിടെ ഒരു രീതിയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള രീതിയിലേക്ക് പോയത്. അത് കേരളത്തിലെ ഒട്ടുമിക്ക നഗരസഭയിലും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിന്റെ പ്രയോജനം UDFന് ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം ഒരു നേതാവ് വരുന്നു, ആ നേതാവ് ആ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരാളെ കാണിച്ചുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി, ഇതൊക്കെയാണ് ഞങ്ങളുടെ മറ്റു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് കാണിച്ചെടുത്തോണ്ടാണ്. നേതാക്കന്മാരെല്ലാവരും തന്നെയും താഴെ തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ മാത്രമാണ് ഈ ഒരു റിസൾട്ട് ഉണ്ടായത് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യം. അത് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഓരോ മണ്ഡലങ്ങളും ഓരോ നേതാക്കന്മാർക്ക് പറഞ്ഞുകൊടുത്ത്, അതായത് ഇപ്പൊ ആ കൊല്ലത്ത് ഒരു നേതാവിനെ ഇടുകയാണ്. ഇപ്പം ഏതെങ്കിലും കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഇടുന്നു. ആ നേതാവ് അവിടെ നിന്ന് കൃത്യമായിട്ട് ആര് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കുമെന്നൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന്മേൽ ഓരോ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത തിങ്കളാഴ്ചയോടെ UDFന്റെ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു. ആ മീറ്റിംഗോട് കൂടി നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ആ ഒരു നീക്കം വളരെയധികം കൃത്യമായിരുന്നു. അതായത് ഹൈക്കമാൻഡിനോട് ആദ്യമേ തന്നെ പറഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് ആ ഒരു ഏരിയയിലുള്ള ആളുകൾ മാത്രം നോക്കിയിട്ടായിരിക്കും, അല്ലാതെ ഒരിക്കലും നേതാക്കന്മാർ പറയുന്ന ആളുകളെ നിർത്തില്ല എന്ന് അവർ ആദ്യമേ തുറന്നു പറഞ്ഞിരുന്നു. കാരണം സാധാരണ ജനങ്ങൾക്കിടയിൽ ആർക്കൊക്കെ വേരുറപ്പിക്കാൻ സാധിക്കും, ആർക്കൊക്കെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് അവിടെയുള്ളവർക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് മുകളിൽ നിന്നുള്ള നേതാക്കന്മാർ ചില അറിയുന്ന പേരുകൾ മാത്രം പറഞ്ഞതുകൊണ്ട് ഒരിക്കലും വിജയ സാധ്യത ഉറപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ ഇപ്പോ കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വലിയ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ജനുവരി 3-ാം തീയതി വരാൻ പോകുന്ന ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതിൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ട ക്ഷേമ പദ്ധതികൾ ഏതൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിലായിട്ട് അദ്ദേഹം പുറത്തുവിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് പിന്നാലെ തന്നെയാണ് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള കർമ്മ പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന ഒരു 100 ദിവസത്തെ കർമ്മ പദ്ധതിയാണ്. അത് ഏകദേശം ഒരു 3-3.5 മാസത്തെ കർമ്മ പദ്ധതി. ആ കർമ്മ പദ്ധതി കൊണ്ട് കോൺഗ്രസിന് അനുകൂലമാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്.
തിങ്കളാഴ്ചയോട് കൂടി UDFന്റെ ഒരു യോഗം നടക്കും. ആ യോഗത്തിൽ കൃത്യമായിട്ട് ഓരോ പാർട്ടിക്കും എത്ര സീറ്റ് വെച്ച് വിഭജിക്കണം, ഏതെല്ലാം സീറ്റുകൾ ഏതെല്ലാം പാർട്ടിക്ക് കൊടുക്കണം എന്നുള്ള ഏകദേശ ധാരണയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ പോലെ അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറാൻ പോവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ പോവുകയാണെങ്കിൽ കോൺഗ്രസ് ഒരുപാട് മുകളിലായിരിക്കും. കാരണം ഏതൊരു കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ ഒരു വാശിയിലാണ് കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മണ്ഡലത്തിലും ആദ്യത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? ഒരു സ്ഥാനാർത്ഥി നിർണയം വരുമ്പോഴത്തേക്കും അവസാന ലാപ്പിലും കോൺഗ്രസിൽ അടിയാണ്. അവസാന ലാപ്പിൽ പിന്നെ 2 സ്ഥാനാർത്ഥികളാവും. പിന്നെ അവസാനം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട സമയത്ത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പിൻവലിക്കും. അത്രയും അടിയും വഴക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു പിണക്കങ്ങളൊക്കെ നമ്മൾ കണ്ടെങ്കിലും അത് കൃത്യമായി അവരുടെ പ്ലാൻ ആയിരുന്നു എന്നുള്ളതാണ് റിസൾട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് തോന്നിയത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി പോകുന്നു, കുറെ പേര് വിമതരാകാൻ പോകുന്നു, ഇന്ന് വിടും നാളെ വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആളുകൾ ഇന്ന് പാർട്ടി വിടും നാളെ പാർട്ടി വിടും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പുറമേ പല പിണക്കങ്ങളും കാണിച്ചെങ്കിൽ അത് സ്വാഭാവികമാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര പേരെയാണ് മത്സരിപ്പിക്കുന്നത്? ഒരു വാർഡിൽ ഒരു 10 നേതാക്കന്മാർ കാണാം. ഒറ്റ ഒരാൾക്കേ മത്സരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ എത്ര പേര് മത്സരിപ്പിക്കും? അത് വലിയൊരു രീതിയിലുള്ളൊരു ചലഞ്ചാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്. പക്ഷേ ഈ പിണക്കങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തവണ കോൺഗ്രസിന് സാധിച്ചു എന്നും അതുപോലെ ഏറെക്കുറെ സാധിച്ചു. എല്ലാ സ്ഥലങ്ങളിലും പറ്റിയില്ലെങ്കിലും കുറെ സ്ഥലങ്ങളിൽ പറ്റിയിട്ടുണ്ട്. മറ്റു പല മുന്നണികളെയും കണ്ണിൽ പൊടിയിടാൻ സാധിച്ചു എന്നുള്ളതും ഈ പറയുന്ന LDFന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നതും അത് തന്നെയായിരുന്നു. കാരണം കോൺഗ്രസിനകത്ത് എപ്പോഴും അടിയാണ്, എപ്പോഴും വഴക്കാണ്, ഇന്നും അവിടെ തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികം അവരെങ്ങനെ വിജയിക്കും, അവരെങ്ങനെ പ്രചാരണം നടത്തുമെന്നുള്ള ഏറെക്കുറെയൊക്കെ നടന്നു. ഇപ്പൊ ഞാൻ പറയാം, എന്റെ വാർഡിന്റെ അടുത്ത് തൊട്ടപ്പുറത്തൊരു വാർഡുണ്ട്. ആ വാർഡില് കോൺഗ്രസിന് 3 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഏകദേശം 280 വോട്ട് വാങ്ങിച്ചു. അദ്ദേഹം തോറ്റത് 10-30 വോട്ടിനാണ് തോറ്റത്. പക്ഷെ അതിനപ്പുറത്ത് നിന്ന 2 കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥികളും കൂടെ പിടിച്ച വോട്ട് എന്ന് പറയുന്നത് 300-350 വോട്ടുണ്ട്. അപ്പൊ 3 പേരുടെയും കൂടെ വോട്ടുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10-600 വോട്ട് വരും. അതായത് ഏകദേശം 400 വോട്ടിന് കോൺഗ്രസ്, അതായത് ഒരു 300 വോട്ടിന് കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ട ഒരു വാർഡിൽ കോൺഗ്രസ് തോറ്റുപോയത് വെറും 30 വോട്ടിനാണ്. അപ്പൊ അങ്ങനെയാണ് പല പ്രദേശങ്ങളിലും ഒരു രാഷ്ട്രീയം കിടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴേ ഉടുപ്പും നിക്കറൊക്കെ തയ്പ്പിച്ചു വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ നിങ്ങളെ പരിഗണിച്ചില്ലെന്ന് വരാം. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോഴേ ഉടുപ്പും നിക്കറൊക്കെ തയ്പ്പിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് എങ്ങനെങ്കിലും അധികാരത്തിലേക്ക് വരിക, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും സീറ്റ് ഒപ്പിച്ചെടുക്കുക, ഇതാണ് ഇവരുടെ ലക്ഷ്യം. ജനങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല. ഏതെങ്കിലും നേതാവിന്റെ കൂടെ ചേർന്ന് പാർട്ടിയിൽ ഇപ്പോൾ ഒരു സംസ്ഥാന സെക്രട്ടറിയോ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരിക. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് പല ആളുകളെയും പറ്റി ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത് സംസ്ഥാന കമ്മിറ്റിയൊക്കെ ആർക്കും കയറി ചെല്ലാൻ പറ്റുന്ന എളുപ്പ വഴിയായി മാറി എന്നുള്ള രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിട്ട് യൂത്ത് കോൺഗ്രസിലാണെങ്കിലും KSUലാണെങ്കിലും അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ നേതാവിന്റെയും ഉത്തരവാദിത്തമായിരിക്കും. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒരു ജില്ല ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കേണ്ടതും നല്ല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടതും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ രീതിയിലേക്ക് മാറും. ഒരു ചലഞ്ചാണ്. 14 നേതാക്കന്മാരെ 14 ജില്ലകൾ ഏൽപ്പിക്കുകയാണെങ്കിൽ 14 പേരുടെ കയ്യിലാണ് ആ ജില്ലകൾ ഇരിക്കുന്നത്. ആരെ മത്സരിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമായി മാറും. അപ്പോ അതിനപ്പുറത്തേക്ക് AICC അതിനു മുമ്പോട്ട്, അതായത് കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് AICC നേതാക്കന്മാർ എപ്പോഴാണ് വരുന്നത്? ഇലക്ഷൻ എല്ലാം പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ ജനങ്ങളെ 2 റൗണ്ട് കണ്ടു കഴിയുമ്പോൾ AICC നേതാക്കന്മാരെല്ലാം ഒരു റാലിയുമായിട്ട് വരും. ഇങ്ങനെ തെരുവ് ഓരോ റാലിയുമായിട്ട് അവർ പോകും. ഇലക്ഷനെ ചിലപ്പോൾ അതൊന്നും അഫക്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ നമുക്കറിയാൻ കഴിയുന്നത് AICC നേതാക്കന്മാർ നേരത്തെ തന്നെ കേരളത്തിലേക്ക് വരാൻ പോകുന്നു. അതായത് കോൺഗ്രസ് വലിയ രീതിയിൽ മാറാൻ പോകുന്നു. കഴിഞ്ഞ കാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് 3 മാസം മുമ്പിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇലക്ഷന് വേണ്ടി ഇറങ്ങാൻ പോകുന്ന ഒരു രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു 2 മാസം മുമ്പിട്ടൊക്കെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥി ഇന്ന ആളാണ് എന്നൊരു ഏകദേശ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ
സ്ഥാനാർത്ഥിക്ക് കൂടുതൽ സമയം കിട്ടും ആ മണ്ഡലത്തിൽ ചെലവഴിക്കാനും കൂടുതൽ ജനങ്ങളെ കാണാനും ആശയങ്ങൾ പ്രചരിപ്പിക്കാനും വേണ്ടി. ഈ പറയുന്ന KS ശബരിനാഥ് നമ്മളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു 6 മാസം മുൻപ് ഈ ഒരു ചൂട് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ തദ്ദേശത്തിൽ ഇതിലും വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചേനെ, തിരുവനന്തപുരം ഒരിക്കലും NDAക്ക് പോവില്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ വന്നേനെ എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലായി തുടങ്ങി കുറച്ച് വൈകിപ്പോയി എന്നുള്ളത്. 1 മാസം കൊണ്ട് ഇത്രയും വലിയ നേട്ടം നേടാൻ സാധിച്ചു എന്നുള്ളപ്പോൾ നിയമസഭയിലും നേരത്തെ തന്നെ പദ്ധതികൾ തുടങ്ങാനും നേരത്തെ തന്നെ ഓരോ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇവരൊക്കെ ഈ ആത്മവിശ്വാസം അധികം വേണ്ട എന്ന് പറഞ്ഞൊരു ഭയം പുറമെ കാണിക്കുമെങ്കിലും ഉള്ളിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതാണെങ്കിലും 3 മാസം കൊണ്ട് കോൺഗ്രസിന്റെ കൈയിലേക്ക് ഈ ലാപ്പ് എത്തിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോകുന്നത്. കാരണം 3 മാസം കൊണ്ട് സമരങ്ങൾ നടത്തുക, കൂടുതലും ശബരിമല വിഷയമാണെങ്കിലും തൊഴിലുറപ്പ് വിഷയമാണെങ്കിലും കൂടുതൽ ജനങ്ങളിലേക്ക് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് എത്തിക്കാനുള്ള നീക്കത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ വലിയ രീതിയിലുള്ളൊരു മാറ്റം കോൺഗ്രസിലും ഉണ്ടാകുന്നു. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു എഫക്റ്റ് ആകാം.